ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അപ്പം, നമ്മളിപ്പോൾ ഇവിടെ വെള്ളിയപ്പം എന്നൊക്കെ പറയും, പാലപ്പം. അപ്പോൾ ഇത് തലേന്ന് അരച്ചു വെച്ച മാവാണ്, പച്ചരി അരച്ചു വെച്ച പച്ചരിയും തേങ്ങാ വെള്ളവും കുറച്ച് ഈസ്റ്റൊക്കെ ചേർത്ത് അരച്ചു വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുട്ട സ്റ്റ്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വളരെ ലെങ്ത്ത് കൂട്ടുന്നില്ല വീഡിയോ, എന്തുകൊണ്ടോ എന്തോ പറ്റിയിട്ടുണ്ട്, കാര്യമായിട്ട് വീഡിയോ അങ്ങോട്ട് പോകുന്നില്ല, വ്യൂസ് വരുന്നില്ല. അതുകൊണ്ട് അധികം ലെങ്ത്ത് ഞാൻ വരുത്തുന്നില്ല വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത സാധനങ്ങൾ ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തെല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം. തക്കാളി, ഉള്ളി, ക്യാരറ്റ്, 2-3 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, ഇതെല്ലാം എടുത്തത്. അപ്പോൾ ഒരു കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ്, ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലർ തേങ്ങാപ്പാലിൽ 2ാം പാലിലാണ് വേവിച്ചെടുക്കുക. ഞാനിവിടെ വെള്ളത്തിലാണ് വേവിച്ചത്. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം സ്പൂൺ കൊണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയൊരളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ കഴിക്കാനാണെങ്കിൽ വളരെ ചെറിയ അളവിൽ ചേർത്താൽ മതി. പച്ചമുളകൊക്കെ മുറിച്ചിട്ടത് കൊണ്ട് ചിലപ്പോൾ എരിവ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പാൽ ചേർത്തുകൊണ്ട് അധികം തിളപ്പിക്കണ്ട. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ വഴറ്റിയെടുക്കുന്നത് കുറച്ച് പശുവിൻ നെയ്യിൽ ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് ഈ മുട്ട സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി കറിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നൂൽപുട്ടോ, പിന്നെ ഞങ്ങൾ വെള്ളിയപ്പം എന്നാണ് പറയുക, പാലപ്പോ, എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ അപ്പം കൂടി ഞാനിതിൽ ചുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.